ചുങ്കത്രയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 19-ന് നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിച്ചു. നിലമ്പൂർ ലാൻഡ് റെക്കോർഡ് തഹസിൽദാറായിരിക്കും വരണാധികാരി. നിലവിലെ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും CPM അംഗം TP റീന പുറത്തായത്. 19-ന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അംഗങ്ങൾക്ക് 7 ദിവസം മുൻപ് കത്ത് നൽകണമെന്ന നിർദ്ദേശമുണ്ട്. നുസൈബ സുധീർ UDF ചേരിയിലേക്ക് മാറിയതോടെ UDF ചുങ്കത്രയിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പാണ്. UDF 11, LDF 9 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. മുതിർന്ന കോൺഗ്രസ് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വത്സമ്മ സെബാസ്റ്റ്യൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനാണ് സാധ്യത. ഭരണം തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വത്സമ്മ സെബാസ്റ്റ്യൻ തന്നെ പ്രസിഡന്റാകുന്നതാണ് നല്ലതെന്ന അഭിപ്രായവും UDF പക്ഷത്തുണ്ട്. LDFിൽ നിന്നും കൂറുമാറി UDF പക്ഷത്തെത്തിയ നുസൈബ സുധീർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് ആദ്യമായി തൃണമൂൽ കോൺഗ്രസിന് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ലഭിക്കും. PV അൻവറിനെ ഒപ്പം നിർത്തി LDF ഭരിക്കുന്ന കൂടുതൽ പഞ്ചായത്തുകൾ അട്ടിമറിക്കാൻ ഇത് സഹായകമാകുമെന്ന കണക്കുകൂട്ടൽ UDF ജില്ലാ നേതൃത്വത്തിനുമുണ്ട്. LDF TP റീനയെ തന്നെയായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുക. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ 4ാമത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനാണ് 19-ാം തീയതി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 20-അംഗ ഭരണസമിതിയിൽ UDF 10, LDF 10 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇരുകൂട്ടരും തുല്യശക്തിയായി മാറിയതോടെ ഭരണം നിശ്ചയിക്കാൻ നറുക്കെടുപ്പിലേക്ക് നീങ്ങി. ഭാഗ്യം നിന്നത് UDF പക്ഷത്തായിരുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ UDFന് ലഭിച്ചു. എന്നാൽ PV അൻവർ ഇടപെട്ട് UDF സ്വതന്ത്ര നജുമുന്നീസയെ LDF പക്ഷത്ത് എത്തിച്ച് ഭരണം LDFന് സമ്മാനിച്ചു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലയിൽ നജുമുന്നീസയ്ക്ക് പ്രസിഡന്റ് സ്ഥാനവും നൽകി. കൂറുമാറ്റത്തിനെതിരെ UDF നിയമ നടപടിയുമായി മുന്നോട്ടു പോയി. നജുമുന്നീസയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് അംഗത്വവും നഷ്ടമായി. തുടർന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 10 വോട്ടുകൾ നേടി CPMലെ TP റീന പ്രസിഡന്റായി. UDFന് 9 വോട്ടുകളും ലഭിച്ചു. എന്നാൽ നജുമുന്നീസ അയോഗ്യതയായതിനെ തുടർന്ന് ഒഴിവുവന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. ഇതോടെ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമായി. രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ PV അൻവർ LDF വിട്ടതോടെ ചുങ്കത്രയിൽ LDFന് താൻ സമ്മാനിച്ച ഭരണം തിരിച്ചുപിടിച്ചു. 19-ന് 4ാമത്തെ പ്രസിഡന്റ് സ്ഥാനമേൽക്കും. നിലവിൽ UDF വിജയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കണക്കുകൾ പലതും തെറ്റുന്നത് രാഷ്ട്രീയത്തിൽ പതിവാണ്. അതിനാൽ തന്നെ LDF രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തുമോ എന്ന ആശങ്ക UDFിലും ഇല്ലെന്ന് പറയാൻ കഴിയില്ല. A+ വിഷൻ, എടക്കര. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.